എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കണ്ണൂർ ഒരു ജോലി ഉണ്ടെന്ന്. ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. നല്ല ജോലിയാണെങ്കിൽ കയറാമല്ലോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം കാത്തു നിന്നിട്ടാ വണ്ടി വന്ന്. അങ്ങനെ കുറച്ച് നേരം പോസ്റ്റായി നിന്ന ഉടനെ ബസ് വന്നു കേട്ടോ. ബസ്സിൽ കയറിയിട്ട് നമുക്ക് നേരെ ഡയറക്റ്റ് ഇവിടെ തളിപ്പറമ്പിന് പോകണം. അവിടുന്ന് വേണം കണ്ണൂർ പോകാൻ, വളഞ്ഞുറ്റി പോകണം. ബൈക്കിനാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് അടുത്താണ് കേട്ടോ. കുറച്ചൊരു 1.5 മണിക്കൂർ പോയാൽ മതി. ഇതാകുമ്പോൾ വളഞ്ഞുറ്റി 1, 2, 3 ബസ്സിന് കയറി പോകണം. 3, 4 ബസ്സിന് കയറി പോകണം. അല്ലെങ്കിൽ നമുക്ക് ഇതിലെ കൂടെ ചിലപ്പം കണ്ടിന്യൂ ബസ് റൂട്ട് അല്ലാത്തത്, അല്ലെങ്കിൽ നമുക്ക് ഇതിലെ കൂടെ പോകാൻ എളുപ്പം. ഞാൻ ഇതുവരെ ആ സൈഡിലോട്ട് അധികം പോകുന്നില്ല. ഞാനിപ്പോൾ കറക്റ്റ് എനിക്കറിയില്ല.
അങ്ങനെ തളിപ്പറമ്പ് ഒരു ബാങ്കിൽ വരെ വന്നേക്കോട്ടെ, ആക്സിസ് ബാങ്കിൽ. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാർഡ്, എൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ആയിപ്പോയായിരുന്നു. കുറേ നമ്പറൊക്കെ, പിൻ നമ്പറൊക്കെ മാറ്റി അടിച്ചിട്ട്. അന്നേരം അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ബാങ്കിലോട്ട് വന്നു. കുറച്ച് അധികം സമയം നിൽക്കേണ്ടി വന്നു അവിടെ. ഒരു 1/4 മണിക്കൂർ ഏകദേശം നിൽക്കേണ്ടി വന്നു. എന്നിട്ട് ഞാൻ അവിടെ എത്തിയപ്പോഴത്തേന് ഇച്ചിരി ലൈറ്റായി, ഉച്ചയായി. നേരത്തെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ച് വന്നാൽ അവിടെ എത്തിയതിന് ഫുള്ള് വെയിലും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഞാൻ ബാങ്കിലൊക്കെ പരിപാടി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി നേരെ ടൗണിൽ പോയിട്ട് അവിടുന്ന് ബസ് കയറണം. ടൈറ്റായിരുന്നെങ്കിൽ മതിയായിരുന്നു. ഞാൻ അവിടെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, ഒരു 1000 രൂപ ഉണ്ടായിരുന്നു. അത് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അന്നേരം ഞാൻ വേറെ ഒരു അക്കൗണ്ടിലേക്ക് അനിയനോട് ഒരു 200 രൂപ ഇട്ട് തരാൻ വേണ്ടി പറഞ്ഞു, വണ്ടിക്കൂലിക്ക്. അന്നേരം അതെടുക്കാൻ വേണ്ടി പോവാം. ഇവിടുന്ന് മിക്ക ATM എടുത്തോന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 500 രൂപയ്ക്ക് മിനിമം അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, ചില്ലറയൊന്നും എടുക്കില്ല. പിന്നെ അവിടെ ഒരു തമിഴ്നാടിൻ്റെ ഒരു ബ്രാഞ്ച് ബാങ്കുണ്ട്. അതിൻ്റെ ATM കാർഡിൽ നിന്ന് നമുക്ക് ചില്ലറയൊക്കെ എടുക്കാം. എടുക്കാൻ വേണ്ടി പോവാം. എൻ്റെ ബാങ്ക് ലിമിറ്റഡ്, അവിടുന്ന് പൈസ എടുത്ത് അങ്ങനെ കണ്ണൂരിൽ നിന്ന് നമ്മുടെ തളിപ്പറമ്പിൽ നിന്ന് ബസ് കയറി.
ഇപ്പോൾ റോഡിൽ ഇപ്പം കുറേ NHൻ്റെ പണികൾ നടക്കുക കേട്ടോ. NH-66 അന്നേരം അങ്ങ് നമ്മുടെ മറ്റേ 7-ാം മൈലിൻ്റെ അങ്ങനെ നമ്മൾ ഏകദേശം ആ മാങ്ങാട് ഭാഗത്തെത്തി. ഇവിടെ എല്ലാം എന്താ പറയുക, സൈഡ് ഇവർ എടുത്ത സമയത്ത് ഫുള്ള് ഇതായിരുന്നു, എന്താ പറയുക, മറ്റേ ഇടിഞ്ഞു വീണായിരുന്നു. എന്നിട്ട് പിന്നെയും കെട്ടിക്കൊടുത്ത മാങ്ങാടൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്ഥലം ഉണ്ടല്ലോ, കല്യാശ്ശേരി എത്തുന്നതിന് മുമ്പ് ഒരു സ്കൂളൊക്കെ കേട്ടോ, ആൽമര സ്കൂളും. ഇവിടെയൊക്കെ ഇപ്പം നല്ല വളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഈ റോഡ് വന്നതോടെ നേരെയായി. ഇതിപ്പം വളവട്ടണം പാലം എത്താറായി കേട്ടോ. ആ സൈഡ് വരുമ്പോഴത്തേന് ഭയങ്കര ബ്ലോക്കാണ്, ഒടുക്കത്തെ ബ്ലോക്കാണ് ഇത്. വണ്ടികൾ ഈ പഴയങ്ങാടിയിൽ നിന്നുള്ള വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വന്ന് ഇവിടെ എത്തുമ്പോഴത്തേനും വളവട്ടണം പാലം എത്തുന്നതിന് ഭയങ്കര ബ്ലോക്കാണ്. അങ്ങനെ നമ്മൾ വളവട്ടണം പുഴ എത്തി കേട്ടോ. ഇപ്പം ഏകദേശം ഈ ഒരു സമയത്ത് നല്ല കുഴപ്പമില്ലാതെ രാവിലെ സമയത്തൊക്കെ നല്ല ഇതിപ്പം ഏകദേശം ഒരു 11-11:30 ആയെന്ന് തോന്നുന്നത്. 11:30 നല്ല തെളിഞ്ഞ് കിടക്കുന്നതാണ്. 11:30-12 മണി ആയി കാണും. വെള്ളം കണ്ടോ നല്ല വൃത്തിക്ക് തെളിഞ്ഞ് കിടക്കുന്നത്. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇപ്പോൾ ഇത്രയും തെളിവൊന്നും ഉണ്ടാവില്ല. ഈ സൈഡ് കണ്ടില്ല, നല്ല കണ്ടൽക്കാടുകളൊക്കെ പിടിപ്പിച്ചിട്ട്. നമുക്ക് ഈ പുഴയിൽ കൂടെ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നല്ല, ആ വളവട്ടണ ഈ സൈഡിൽ നിന്നൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാനൊരു ദിവസം ഇതിപ്പോൾ നമ്മൾ വളവട്ടനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സെൻട്രൽ ജയിലിൻ്റെ അടുത്തെത്തി കേട്ടോ. കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ അടുത്തെത്തി. ഇതിപ്പോൾ കാൾടെക്സ് എത്തുന്നതിന് മുമ്പ് നമ്മുടെ AKG എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലുണ്ട്, മെയിനായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. അവിടെ എത്തിയിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ കണ്ണൂർ ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ. പുതിയ ബസ് സ്റ്റാൻഡിൽ, താവക്കര ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറയും. അവിടെ എത്തി. ഇനി ഇവിടുന്ന് വേണം വണ്ടി കയറിപ്പോവാൻ. വീടിൻ്റെ അടുത്ത് ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് അവിടെ പോയിട്ടുണ്ട്, പക്ഷേ ആ ഒരു വഴിയല്ല, അവിടെ ചെന്നിട്ട് വേറെ ഡൈവേർട്ട് ചെയ്തിട്ട് പോകണം. ആ ഒരു വഴി പോകണം. ആദ്യമായിട്ട് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ കുറുക്ക് വഴിയൊന്നും എടുക്കാൻ നിന്നില്ല. ബൈക്ക് ഉണ്ടായിരുന്നു, പെട്ടെന്ന് പോയിട്ട് വരായിരുന്നു. ഒരു 3/4 മണിക്കൂർ കൊണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് 1-2 മണിക്കൂർ പോയി. ഇത് വളഞ്ഞു ചുറ്റി വന്നോണ്ടേ. ആ വണ്ടി നോക്കി വേണ്ടി പോയി. ഈ സൈഡിലെങ്ങാണ്ട് ആ വണ്ടി നിർത്തുവാന്ന് തോന്നുന്നു അങ്ങോട്ട് പോകാനുള്ള. ഇരിക്കൂർ മട്ടന്നൂർ റൂട്ടിൽ ആ വഴി എങ്ങാണ്ട് പോകുന്ന വണ്ടിയാണെന്ന് തോന്നുന്നത്. പിന്നെ അവിടുന്ന് വേറെ വണ്ടി മാറിക്കാറുണ്ട്. ത്രൂ ആയിട്ടുള്ള വണ്ടി കാരണമെങ്കിൽ വേലത്തി ഇച്ചിരി അങ്ങോട്ട് നടക്കാനുണ്ട്. ഇച്ചിരി ആ ഹോസ്പിറ്റലിൽ, കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ ആ ഭാഗത്തോട്ട്. അന്നേരം ഞാൻ അങ്ങോട്ട് പോയില്ല. അന്നേരം ബസ്സിന് കയറി കേട്ടോ, അങ്ങോട്ട് ആ സ്ഥലത്തോട്ടുള്ള ബസ്സിന് കയറി. ഇത് കാൽടെക്സിൻ്റെ അവിടെ എത്തി കേട്ടോ. പിന്നെ വണ്ടി ഇവിടെ നിന്ന് ഈ വണ്ടികളെല്ലാം ലിമിറ്റഡും കോഴിക്കോടോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്നത്. ഇവിടുന്ന് ആ സ്ഥലത്തേക്ക് ഏകദേശം കുറച്ച് സമയമുള്ളൂ കേട്ടോ. നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ അത്രയും ദൂരമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. ഇതങ്ങനെ നമ്മുടെ മേലച്ചുവ കല്യാണിൻ്റെ അടുത്ത് എത്തി കേട്ടോ. അവിടുന്ന് ഇപ്പം കണ്ടില്ല, പുറത്തോട്ടില്ല, ഭയങ്കര കാര്യം ഓർമ്മ വരും കേട്ടോ. പണ്ട് എൻ്റെ ലൈന് ഒരു ലവർ ഇവിടെയായിരുന്നു താമസം, അവിടെ വീട് ഇങ്ങോട്ടായിരുന്നു. അന്നേരം ഞാൻ അവളെ എപ്പോഴും കാണാൻ വേണ്ടി ഈ പമ്പിലൊക്കെ ജോലി ചോദിച്ച് പോയിട്ടുണ്ട് കേട്ടോ. കയറിയിട്ടൊന്നുമില്ല ആ സമയത്ത്. ലൈനൊക്കെ എന്ന് പറഞ്ഞാൽ നിനക്കറിയാമല്ലോ. ആ സമയത്ത് എന്താ പറയുക, ഭയങ്കര നമുക്ക് അവരോട് ഭയങ്കര ഒരു താല്പര്യം ഇതെല്ലാം ഉണ്ടാവും. പിന്നെ ജീവിതത്തോട് അടുക്കുമ്പോൾ അതെല്ലാം മാറും. ഞാൻ പറഞ്ഞ ഒരു ലൈൻ ഉണ്ടായിരുന്നു, അവിടെ വീട് ഇതിൻ്റെ താഴോട്ടുള്ള ആ ചെറിയ വഴിയില്ലേ, അവിടെയാട്ടോ. എപ്പോഴും കണ്ണൂർ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഓർക്കും ഈ വഴിയൊക്കെ. നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ല. ഒരുപാട് സ്നേഹിച്ച അവൾ പോയി, കുഴപ്പമില്ല.
അങ്ങനെ കുറച്ച് ഒരു 10-15 രൂപയുടെ പോയിൻ്റ് തന്നെ എനിക്ക് ഇറങ്ങാനുള്ള സ്ഥലം വന്നേ. ഒരു പാവം കണ്ടക്ടറായിരുന്നു, പുള്ളിക്കാരൻ പറഞ്ഞതാണ് ആ സ്ഥലം എത്തിയെന്ന് പറഞ്ഞു. വിളയന്നൂരോ. എന്നിട്ട് അവിടെ ബസ് ഇറങ്ങി, അവിടുന്ന് വേറൊരു ബസ് പോകണം. ത്രൂ ബസ് കിട്ടും, പക്ഷേ കുറച്ച് നടന്നിട്ട് അപ്പുറം പോയിട്ട്, ഞാൻ പറഞ്ഞില്ല നേരത്തെ ആശുപത്രിയുടെ അവിടെ പോയിട്ട് കയറാനുണ്ടെന്ന്. പിന്നെ അവിടെ കയറാൻ വേണ്ടി നിന്നില്ല. ഈ വണ്ടി കയറിയിട്ട് അവിടുന്ന് പിന്നെ അതാണെങ്കിൽ എളുപ്പമാണ്, ഈ വണ്ടി ഇതിലേ കൂടെ വരുന്ന. പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങിയോടെ ഒരു പപ്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തേലും പപ്സോ ഈ ലൈമും കൂടെ ചോദിച്ചു. ലൈമും അത് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നാ വെച്ചാൽ ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞു. അന്നേരത്തേനാണ് അവിടെ എത്തിയത്. ഇങ്ങനെ വന്ന പരിപാടിയില്ലെങ്കിൽ ഞാൻ അവിടുന്ന് ബസ്സിന് തിരിച്ച് കയറാൻ വേണ്ടി ഇരുന്ന കേട്ടോ. അന്നേരം ഇപ്പുറത്തെ നമുക്ക് ഈ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡ് വഴി നേരെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ബസ് കുറവാണ്. അന്നേരം നമ്മളിപ്പോൾ വന്ന വഴി കൂടെ തന്നെ പോകണം. കണ്ണൂർ എത്തിയിട്ട് അവിടുന്ന് തന്നെ പോകണം. ലൈമല്ലേ? ഇതങ്ങോട്ടുള്ള ബസ്സാ? മയിലിൽ പോവാ? അത് അറിയത്തില്ല. അങ്ങനെ എനിക്ക് അങ്ങോട്ട് പോകേണ്ട ബസ് വന്നു കേട്ടോ. ബസ്സിൽ കയറിയിട്ട് കുറച്ചൊരു 18 രൂപ പോയിന്റിന് യാത്ര ചെയ്യാനുണ്ട്.